മലയാള സിനിമയുടെ നായക നിരയിലേക്ക് നടന്നു കയറുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഒരുപാട് പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന ഒരു മേഖലയാണത്. അഭിനയ മികവും നല്ല അവസരങ്ങളും സ്ക്രിപ്റ്റ് സെലക്ഷനും പ്രേക്ഷക സ്വീകാര്യതയുമെല്ലാം അതിൽ ഘടകങ്ങളാണ്. ആ ഇടത്തു നിന്നുമാണ് ചുരുക്കം ചിത്രങ്ങളിൽ നിന്നും സന്ദീപ് പ്രദീപ് എന്ന യുവനടൻ ആ പൊസിഷനിലേക്ക് ചുവടുവെച്ചത്. നവംബർ 21 പുറത്തിറങ്ങിയ എക്കോ മികച്ച പ്രതികരണം നേടിയാണ് തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നത്. മൗത്ത് പബ്ലിസിറ്റിയിലൂടെ നല്ല സിനിമ എന്ന വിശേഷണത്തോടെ എക്കോ മുന്നേറുമ്പോൾ സിനിമാ പ്രേമികൾ രണ്ട് കൈയും നീട്ടി ചിത്രം സ്വീകരിച്ചു. അതിലെ സന്ദീപിന്റെ കഥാപാത്രത്തിന് നല്ല കയ്യടി ലഭിക്കുന്നുണ്ട്. പടക്കളം എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ യൂത്ത് സെൻസേഷനായി മാറിയ താരമാണ് സന്ദീപ് പ്രദീപ്. ആദ്യ പകുതിയിൽ പാവത്താൻ ഗെറ്റപ്പ്. ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? നീ ആദ്യം സംസാരിച്ചിരുന്നത് നീയല്ലേ? ഇപ്പൊ എന്താ ഇങ്ങനെ? എടാ ജീവിക, ഇന്ന് സ്ട്രൈക്കാണ്. കപ്പിന് ട്രീറ്റ് നമുക്ക് ഇന്നലെ പ്ലാൻ ചെയ്തല്ലോ. വണ്ടിയെല്ലാം റെഡിയാണോ? എടാ ഞങ്ങളൊന്ന് പേഴ്സണലായിട്ട് സംസാരിച്ചോട്ടെ പ്ലീസ്. രണ്ടാം പകുതിയിൽ മാസ് പരിവേഷം, അഭിനയമെന്ന് പോലും തോന്നിപ്പിക്കാത്ത തരത്തിലുള്ള ഭാവപകർച്ച. നീ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ എന്നെ ബഹുമാനിക്കണം. ഡയലോഗ് അടിക്കാതെ ചെയ്യാൻ പറ്റുന്ന ചേടാ. എടാ തരത്തി പോയി കളിക്കടാ ചെത്തിനെ. അതിന് നിന്റെ തന്ത ഇവിടെ ഇരിക്കുന്ന തുടക്കക്കാരന്റെ യാതൊരു പതർച്ചയുമില്ലാതെയുള്ള മുഴുനീള കഥാപാത്രമായുള്ള സന്ദീപിന്റെ പടക്കളത്തിലെ ഗംഭീര അഭിനയം എടുത്തു പറയേണ്ടത് തന്നെയാണ്. 18ാം പടിയിലൂടെ അരങ്ങേറ്റം. ഓഡിഷനിലൂടെയാണ് ചിത്രത്തിലേക്ക് എൻട്രി ലഭിച്ചത്. പിന്നീട് ഏക് ദിൻ, അന്താക്ഷരി, സാലിമി, ആലപ്പുഴ ജിംഖാന എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചു. ഒരു മുഴുനീള കഥാപാത്രമായി പടക്കളത്തിൽ തന്റെ അഭിനയത്തിന്റെ റേഞ്ച് കാണിച്ചു തന്നു സന്ദീപ്. പിന്നീട് സോഷ്യൽ മീഡിയയും ന്യൂജനുമൊക്കെ സന്ദീപിനെ ഏറ്റെടുത്തു. സന്ദീപിന്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ എടുത്തു പറയേണ്ട ഒന്നാണ്. ഏതെങ്കിലും ഒരു രീതിയിലുള്ള കഥാപാത്രങ്ങളിലേക്ക് മാത്രം ചുരുങ്ങി പോകാതെ ഇരിക്കാനുള്ള ജാഗ്രത ഈ യുവനടൻ കാണിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമാണ് ഇപ്പോൾ എക്കോയിൽ കയ്യടി നേടുന്ന പ്രകടന മികവ്. പടക്കളത്തിലെ ജിതിനിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് എക്കോയിലെ പിയൂസിന്റെ കഥാപാത്രം. ബോഡി ലാംഗ്വേജിലെ ചേഞ്ചും നിയന്ത്രിതമായ പ്രകടനവും ഡയലോഗ് ഡെലിവറിയിലെ സൂക്ഷ്മതയുമൊക്കെ വേണ്ട ഒരു കഥാപാത്രമാണ് എക്കോയിലേത്. അന്താക്ഷരി എന്ന ചിത്രത്തിലെ കാർത്തിക് എന്ന സന്ദീപിന്റെ കഥാപാത്രമാണ് എക്കോ തിരക്കഥാകൃത്ത് ബാഹുൽ രമേശിന്റെയും സംവിധായകൻ ദിൻജിത്ത് അയ്യത്താന്റെയും കണ്ണിൽ ഉടക്കിയത്. അങ്ങനെയാണ് എക്കോയിലേക്ക് സന്ദീപിന് ക്ഷണം ലഭിച്ചതും. സ്ക്രിപ്റ്റ് സെലക്ഷൻ താൻ തന്നെയാണ് ചെയ്യുന്നത് എന്ന് പൊതുവെ തിരക്കഥകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന സന്ദീപ് പറയുന്നു. മിതമായ ശരീരഭാഷയിലൂടെ ഒട്ടും അതിപ്രസരമില്ലാത്ത അഭിനയമാണ് സന്ദീപിന്റെ പ്രത്യേകത. എക്കോയിലേക്ക് സന്ദീപിനെ കാസ്റ്റ് ചെയ്യാൻ കാരണവും അതുതന്നെയാണെന്ന് പറഞ്ഞിരുന്നു തിരക്കഥാകൃത്തായ ബാഹുൽ രമേശ്. പുതുതായി എത്തുന്ന ഓരോ ചിത്രവും സന്ദീപ് പ്രദീപ് എന്ന യുവനടന്റെ അഭിനയ അതിർവരമ്പുകൾ വിശാലമാക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. വ്യക്തമായ ഫോക്കസോടെ തന്റെ കരിയറിനെ സമീപിക്കുന്ന ഒരു യുവതാരത്തെ സംബന്ധിച്ചിടത്തോളം സന്ദീപിന്റെ ഗ്രാഫ് കൃത്യമായി ഉയർച്ചയിലേക്ക് തന്നെയാണ്. ഈ ചെറുപ്പക്കാരൻ ആഗ്രഹിക്കുന്ന പോലെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ഇനിയുമേറെ ചെയ്യാനുണ്ട് ഇയാൾക്ക്. തുടക്കമേ ആയുള്ളൂ, നേട്ടങ്ങളും ആരംഭിച്ചിട്ടേ ഉള്ളൂ. സന്ദീപ് പ്രദീപ് മലയാള സിനിമയ്ക്ക് ഒരു പ്രതീക്ഷ തന്നെയാണ്.